ഫ്രണ്ട്സ്, അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6-6:30 ആയപ്പോൾ തുടങ്ങി നമ്മുടെ സേവനവാരമാണ്. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീട്. അതിൻ്റെ പുറകിലായിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലമാണ് നമ്മുടേത്. ഇപ്പോൾ കുറേ നാളായിട്ട് ആരും ഇങ്ങോട്ട് വരാത്തത് നന്നായിട്ട് പോച്ചയൊക്കെ കയറിയിൽ നന്നായിട്ട് കാടായിട്ടുണ്ട്. നമ്മൾ 3 ദിവസമായിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും വൃത്തിയാക്കി എടുത്തത്. നമ്മൾ കുറേശ്ശെ നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. കുറച്ച് കൃഷി നടണം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ്. അത്യാവശ്യം ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും അല്ല, നാരകം അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. വാഴ, കപ്പ അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ നശിച്ചു പോയി. ഇത് അപ്പുറത്ത് കിടന്ന് നമ്മുടെ തടിമില്ലാണ്. അപ്പോൾ അതിൻ്റെ തടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടാൽ തന്നെ നല്ല കാട് പോലെ ആയിട്ടുണ്ട്. പിന്നെ നടന്നു വരുന്ന കുറച്ച് വഴിയുണ്ട്, അത് മാത്രം ഒന്ന് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നാരകമാണ്. ഈ നിൽക്കുന്ന എന്തായിരുന്നു ചെടി? ഇത് പുളിയല്ലേ? ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇത് പുളി. പിന്നെ ആ നീളത്തിൽ നിൽക്കുന്നത് അതിൻ്റെ പേരെന്തായിരുന്നു? കമ്പിളി നാരങ്ങ. അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറേ നിൽപ്പുണ്ട് കേട്ടോ. ഈ നിൽക്കുന്നതാണ് പേര. ഇതിൻ്റെ അകത്ത് വലിയ പേരക്കൊക്കെ പിടിക്കാറുണ്ട്, പക്ഷെ നമുക്കൊന്നും കിട്ടാറില്ല. എല്ലാം വവ്വാല് കൊണ്ടുപോവാണ്. ഇതിൽ കാടുപോലെ പിടിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കോവയ്ക്കയില്ലേ, കോവയ്ക്കയാണ്. പ്രത്യേകതരം കോവയ്ക്കാണിത്. ഇത് ഒരു സൈസ് വലുതാവുകയും ചെയ്യും. എന്നാലത് പഴുത്തിട്ടില്ല, പൊട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കോവയ്ക്കകൾ വലുതായി കഴിഞ്ഞാൽ ഒരുപാട് പഴുത്തളിഞ്ഞൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്ര വലുതായാലും തോരൻ വെക്കാനും കറി വെക്കാനൊക്കെ എല്ലാം നല്ലതാണ്. ഇത് കണ്ടില്ലേ പേരയ്ക്ക് പിടിച്ചിരിക്കുന്ന, ഇത് നമ്മൾ പടത്തി കൊടുത്തതാണ്. പിന്നെ അങ്ങോട്ട് സ്ഥിരമായിട്ട് നമുക്ക് കോവയ്ക്ക കിട്ടാൻ തുടങ്ങി കേട്ടോ. വലിയ വലിയ കോവയ്ക്കകളാണ്, ഒത്തിരി അടിക്കാറുണ്ട്. നമ്മൾ കുറേ പേർക്ക് പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കൃഷിയൊക്കെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. നമുക്ക് ഈ കാട് പോലെ നിൽക്കുന്നതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്നെന്ന് പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം. വലിയ കൃഷിയൊന്നുമല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന കുട്ടി കുട്ടി കൃഷിയൊക്കെ. കുറച്ച് വാഴ, അതുപോലെ തന്നെ കുറച്ച് കപ്പ, അങ്ങനെയൊക്കെയുള്ള ചീരയോ അങ്ങനെ എന്തെങ്കിലും പാകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.